ലോകത്ത് ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഏത് മനുഷ്യനെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും. അപ്പം എൻ്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ്. ഇങ്ങനെ ഓരോരുത്തരെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ മാത്രമേ ദുന്യാവിൽ ഉണ്ടായിട്ടുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്നത്. സമ്പൂർണ്ണ മനുഷ്യനാണ്. ഒരു മനുഷ്യൻ്റെ കളർ എന്താണ് എന്നതിൻ്റെ ഉത്തരം നബി തങ്ങളുടെ കളർ എന്തായിരുന്നോ അതാണ് മനുഷ്യൻ്റെ ഒറിജിനൽ കളറ്. വെളുപ്പിൽ തങ്ക നിറം കയറിയതായിരുന്നു നബി തങ്ങളുടെ കളറ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ള നിറത്തിൽ സ്വർണം കയറിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളറ്. പ്രസവിക്കപ്പെട്ട ചെറിയ കുട്ടിയുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിൻ്റെ കളറാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രസവിക്കപ്പെട്ട ചെറിയ കുട്ടി, ആ കുട്ടിയുടെ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലിൻ്റെ നഖത്തിൻ്റെ കളറ്. കുട്ടിയുടെ എന്ന് പറയാൻ കാരണം വലിയ ആൾക്കാർ ചിലപ്പം വാതിലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് കുട്ടികളെ പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതവും കുട്ടികളുടെ പ്രകൃതമാണ്. ദുനിയാവിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ സംരക്ഷണം നൽകുന്ന ഈ ഭാഗം കുട്ടികളാണ് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾക്ക് കുട്ടിയോട് നല്ല ഇഷ്ടമായിരുന്നു. കുട്ടികളെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. നമ്മളെല്ലാവരും കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത്തിബാ ആവണമെങ്കിൽ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇഷ്ടപ്പെടുമ്പോഴാണ് ഇത്തിബാ ആവുന്നത്. നമ്മളെല്ലാവരും കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. നമ്മളെല്ലാവരും സംഘാടകരൊക്കെ ഒന്ന് വെള്ളക്കുപ്പായിട്ടിട്ടുണ്ട്, വളരെ നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളുത്ത വസ്ത്രം ഇഷ്ടമായത് കൊണ്ടാണെന്ന് മനസ്സിൽ കരുതുമ്പോഴാണ് ഇത്തിബാ ആവുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ മുത്തുനബിനായിട്ട് ബന്ധപ്പെടുത്തിയ ഇത്തിബാ ആയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചങ്ങായിമാരാരേലും കണ്ടില്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് അന്വേഷിക്കും. ഇത്തിബാ ആവണമെങ്കിൽ സ്ഥിരമായി കാണുന്ന ഒരാളെ 3 ദിവസമായി കാണാതിരുന്നാൽ നബി തങ്ങൾ തെരഞ്ഞു പോകാറുണ്ടായിരുന്നു എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വാട്സപ്പിൽ ബന്ധപ്പെട്ടത് എന്ന് തോന്നിയാലാണ് ഇത്തിബാവുന്നത്. നമ്മൾ ചെയ്യണ കാര്യം തന്നെ മുത്തുനബിനായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഇത്തിബാവും. ചെയ്യാത്തൊരു കാര്യമല്ല. ഒരു ഭക്ഷണത്തളികയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ 5 ആളുകൾ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ ഭക്ഷണത്തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടായിരിക്കുമെന്നാണ്. ആർക്കെങ്കിലും 3 ആൺകുട്ടികൾ ഉണ്ടാവുകയും അതിൽ ഒരാൾക്ക് പോലും എൻ്റെ പേരിടാതിരിക്കുകയും ചെയ്താൽ, ഏതെങ്കിലും ഒരാൾക്ക് 3 ആൺകുട്ടികൾ ഉണ്ടാവുകയും അതിൽ ഒരാൾക്കെങ്കിലും എൻ്റെ പേരിടുകയും ചെയ്തിട്ടില്ലെങ്കിൽ നാളെ അവൻ എന്നെ കാണാൻ പരിശ്രമിക്കരുതേ എന്ന് മുഹമ്മദ് നബി. മുഅ്മിനായ മനുഷ്യന് മുത്തുനബിനെ കഴിച്ചിട്ട് വേറൊന്നുമില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ക് അസ്ലാണ്, അമലു സ്വാലിഹാത്ത് ഫർആണ്. ഇഷ്ക് അടിസ്ഥാനമാണ്, അമലു സ്വാലിഹാത്ത് ഫർആണ്. അസ്ലില്ലാത്ത ഫർ കൊണ്ട് പ്രയോജനമില്ല. അതേ സമയത്ത് ഫർ ഇല്ലാത്ത അസ്ല് കൊണ്ട് കാര്യം ഉണ്ടാവും. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല. നിസ്കരിച്ചില്ലെങ്കിൽ കാഫിറാവൂല, നിസ്കാരം നിഷേധിച്ചാൽ കാഫിറാവും. നോൻപ് നോറ്റിയില്ലെങ്കിൽ ഫാസിഖേ ആവുള്ളൂ, കാഫിറാവൂല. നോമ്പിനെ നിഷേധിച്ചാൽ കാഫിറാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം ഈമാനാണ്. ഈമാൻ ഉണ്ടായിട്ട് അമലു സ്വാലിഹാത്ത് ഇല്ലെങ്കിലും പ്രയോജനമുണ്ട്. അമലു സ്വാലിഹാത്ത് ഉണ്ടായിട്ട് ഈമാൻ ഇല്ലെങ്കിൽ അതിന് അമലു സ്വാലിഹാത്ത് എന്ന് പറയുക പോലും ചെയ്യുകയില്ല. അതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അസ്ലാണ്, ഇഷ്ക് ഈമാനാണ്. നമ്മളെന്ത് കാര്യം, നിസ്കാരം പരിശോധിച്ച് സത്യത്തിൽ നിസ്കാരത്തിൻ്റെ ബാക്കിൽ എന്താ ഉള്ളത്? മിറാജിനുള്ള അംഗീകാരമാണ്. നബി തങ്ങളെ അംഗീകരിക്കാനല്ലാത്തൊരു ഇബാദത്തും ഇല്ല. എല്ലാ ഇബാദത്തുകളുടെയും പിന്നിൽ രഹസ്യം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കലാണ്. ഇത് സ്വഹാബത്തിന് ശരിക്കും മനസ്സിലായിരുന്നു എന്നുള്ളതാണ്. 10,000 റക്അത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിച്ചാലും സ്വർഗം ഉറപ്പില്ല. അതേസമയത്ത് സ്വഹാബിയായാൽ സ്വർഗം ഉറപ്പായി. 20,000 റക്അത്ത് മസ്ജിദുൻ നബിയിൽ വെച്ച് നിസ്കരിച്ചു തോർന്നാലും സ്വർഗം ഉറപ്പില്ല.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈമാനോടുകൂടെ ഒരു സെക്കൻഡ് സമയം ഒരുമിച്ച് കൂടിയ ആൾക്കാണ് സ്വഹാബി എന്ന് പറഞ്ഞത്. സ്വഹാബിയായാൽ സ്വർഗ്ഗം ഉറപ്പായി. ഇതാണ് സംഗതി പറഞ്ഞത്. എന്താ കാരണം? അതിനത്ര ഈമാൻ ഉണ്ടാവും എന്നുള്ളതാണ് കാരണം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധമുണ്ടോ? അതിനത്ര ഈമാൻ ഉണ്ടാവും. നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധമാണ് ഈമാൻ്റെ അസ്ല്, അടിസ്ഥാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസം എന്ന് പറഞ്ഞത് ഈമാൻ കൂടാനുള്ള മാസമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കണം. ആ ബന്ധത്തെ നിലനിർത്താൻ നമുക്ക് കഴിയണം. ബദർ യുദ്ധം എന്ന് പറയുന്നത് മുവഹിദീങ്ങളും മുശ്രിക്കുകളും തമ്മിലുള്ള യുദ്ധമല്ല. ശരിക്ക് ബദർ യുദ്ധം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളും മുശ്രിക്കുകളും തമ്മിലല്ല, ആശിക്കുകളും മുശ്രിക്കുകളും തമ്മിലാണ്. മൂസാ നബി അലൈഹിസ്സലാം 60,000-ത്തിലധികം വരുന്ന തൻ്റെ അനുചരന്മാരെയും കൂട്ടി നൈൽ നദി കടന്ന് ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു ജബ്ബാരിങ്ങളേറ്റ് യുദ്ധം ചെയ്യാൻ. മൂസാ നബി ആൾക്കാരോട് പറഞ്ഞു, ജബ്ബാരിങ്ങളുമായി യുദ്ധം ചെയ്യാൻ അള്ളാഹിൻ്റെ കൽപ്പന ഉണ്ട് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികൾ പറഞ്ഞു, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹഉനാ ഖാഇദൂൻ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, ഇജ്വാൻ്റെ പടച്ചോനും കൂടിയും പോയിട്ട് യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ട് മടങ്ങി വരുമ്പോൾ ഈ വൈക്ക് വരുകൊണ്ട് ഞങ്ങൾ ഇവിടുന്നുണ്ട് ഒപ്പം കൂടണ്ട് പറഞ്ഞു പോലെ. ബദർക്ക് നബി തങ്ങൾ സഹാബത്തിനേറ്റ് പോണത് യുദ്ധം ചെയ്യാനല്ല. അബൂ സുഫിയാനെ കണ്ടിട്ട് മക്കയിൽ പിടിച്ചു വെച്ച സമ്പത്ത് വിട്ടുതരാൻ ആവശ്യപ്പെടാനും മക്കയിൽ തടഞ്ഞു വെച്ച മുഅ്മിനീങ്ങളെ മദീനയിലേക്ക് പറഞ്ഞേക്കണമെന്ന് പറയാനും വേണ്ടി പോകുമ്പോൾ ചെങ്കടൽ തീരത്തിലൂടെ അബൂ സുഫിയാൻ രക്ഷപ്പെടുകയും അബൂജാഹിലിൻ്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായി 1000 പടയാളികൾ മക്കയിൽ നിന്ന് ബദറിനെ ലക്ഷ്യമാക്കി പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരമറിയുകയും ചെയ്യുമ്പോൾ നബി തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, പുണ്യ സഹാബ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സഹാബത്ത് പറഞ്ഞു, നബിയെ നിങ്ങൾ ഞങ്ങളോട് കടലിക്ക് ചാടാൻ ഇപ്പണ്ട് പറഞ്ഞാൽ പറഞ്ഞ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങളാണ്ട് ചാടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ആശിക്കുകളും മുശ്രിക്കുകളും തമ്മിൽ നടന്ന യുദ്ധത്തിനാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ദീന് സംരക്ഷിക്കാനേ 313 ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബദർ യുദ്ധം നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നും, ആ 313 ആൾക്കാർ അന്ന് യുദ്ധം ചെയ്തതുകൊണ്ട് ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്നുണ്ടല്ലോ. ദീനുൽ ഇസ്ലാം നിലനിൽക്കാൻ 313 ആൾക്കാർ യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ 313 ആൾക്കാർ യുദ്ധം ചെയ്തത്? ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ ജിബ്രീലിനോട് അലൈഹിസ്സലാം നബി തങ്ങൾ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലേ നിങ്ങൾ ധാരാളം പ്രാവശ്യം ദുന്യാവിൽ വന്നിട്ടുണ്ടല്ലോ, പല നബിമാരുടെ അടുത്തും വന്നിട്ടുണ്ടല്ലോ, അതിലേറ്റവും കൂടുതലായി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞത് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചു. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഞാനും 2 മലക്കുകളും മനുഷ്യരൂപത്തിൽ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്നു. ഇബ്രാഹിം നബിൻ്റെ കാലത്താണ് ലൂത്ത് നബിയും സ്വാലിഹ് നബിയൊക്കെ ഉണ്ടാകുന്നത്. മുഹമ്മദ് നബിയുടെ കാലത്ത് മാത്രമേ വേറെ നബിമാരില്ലാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാ നബിമാരുടെ കാലത്തും വേറെ നബിമാരുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് സ്വാലിഹ് നബി ഉള്ളത്, ലൂത്ത് നബി ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉലുൽ അസ്മിൽ പെട്ട വലിയ പ്രവാചകനാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം, സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമൊക്കെ അതിൻ്റെ കീഴിൽ എന്ന് പറയാൻ കഴിയൂല, എന്നാൽ അവർ ഉലുൽ അസ്മി എന്ന ഉന്നത സ്ഥാനീയരല്ല. അപ്പം അതുകൊണ്ട് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമും അനുയായികളും മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് വന്നു. വിരുന്നേര് വരികയാണെന്ന് തോന്നിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വേഗം ഒരു മൂരിക്കുട്ടിനെ അർത്ഥങ്ങാണ്ട് ബിരിയാണി ഉണ്ടാക്കി. അന്ന് ബിരിയാണി ഉണ്ടായിരുന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. ഏതായാലും അന്നത്തെ ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞു, എന്നാൽ കയ്യേക്കോളി നീച്ചോളി തിന്നാൻ നീക്കി പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളങ്ങനെ തിന്നുന്ന സൈസൊന്നുമല്ല, ഞങ്ങൾ മരക്കുകളാണ് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, പിന്നെ എന്തിനാ നിങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ നിങ്ങളൊരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. എന്താ സന്തോഷം എന്ന് ചോദിച്ചു. നിങ്ങളെ ഭാര്യയായ സാറക്കൊരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞു. സാറാ ബീവി പ്രായമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഭാര്യയുള്ള സാറാ ബീവി, രണ്ടാമത്തെ ഭാര്യയാണ് ഹാജറ ബീവി. ഹാജറ ബീവിയിലാണ് ആദ്യം കുട്ടി ഉണ്ടാകുന്നത്. സാറാ ബീവിക്കും മക്കളുണ്ടായിരുന്നില്ല, പ്രായമായിരുന്നു. ഇബ്രാഹിം നബിക്കും പ്രായമായിട്ടുണ്ട്.
നിങ്ങൾക്ക് സാറാ ബീവിയിലൊരു കുട്ടി ഉണ്ടാവും എന്നുള്ള വിവരം പറയാനാണ് ഞങ്ങൾ വന്നത് പറഞ്ഞു. അപ്പോൾ വാതിലിൻ്റെ അപ്പുറത്ത് കർട്ടൻ്റെ മറവിൽ സാറാ ബീവി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ വർത്തമാനം കേട്ടിട്ട് 31 ചിരിച്ചപ്പോൾ മെൻസസ് രക്തം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുട്ടി ഉണ്ടായി. പിന്നെ പ്രസവിച്ചതാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. 13 വർഷത്തെ വ്യത്യാസമാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമും. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം ഹാജറ ബീവിക്ക് ഉണ്ടായിട്ട് 13 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സാറാ ബി റളിയല്ലാഹു അൻഹാക്ക് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം എന്ന കുട്ടി ഉണ്ടാകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ എന്തേ പോകുന്നത് ചോദിച്ചു. അതിൽ പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞപ്പോൾ, അല്ല ഞങ്ങൾ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോവുകയാണ് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്, ഞങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്തു തരാം, വേണമെങ്കിൽ എൻ്റെ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു തരാം, എന്തുവാണെങ്കിലും ചെയ്തു തരാറ്. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളങ്ങനെ നിങ്ങളോട് സമ്മതം ചോദിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, വിവരം പറയാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. അങ്ങനെ പ്രധാനപ്പെട്ടൊരു സംഗതി നടക്കുമ്പോൾ എല്ലാവരോടും സമ്മതം ചോദിച്ചില്ലെങ്കിലും ഒരു വിവരം പറയണമല്ലോ, അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളൊന്ന് വിവരം പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ നിന്നാണ് പോയി കണ്ടാണ് നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിങ്ങളത് നശിപ്പിച്ചത് അതൊന്നും പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു അത് കാര്യമായിട്ടൊന്നുമില്ല, ഞാൻ എൻ്റെ ചിറകിൻ്റെ തലപ്പുകൊണ്ട് ഒന്നിങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ മറിച്ചതാണ് എന്ന് പറഞ്ഞ ലൂത്ത് നബിയുടെ നാട് 6000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ്. അങ്ങനത്തെ 40,000 ചിറക് ജിബ്രീലിനുണ്ട് എന്നാണ്. അമ്മാതിരി 5000 മലക്കുകൾ ബദറിൽ വന്നിട്ടുണ്ട്. 313 ആൾക്കാർ യുദ്ധം ചെയ്തതുകൊണ്ടൊന്നല്ല ദീൻ നിലനിന്നത്. പിന്നെന്തിനാ ബദർ യുദ്ധം? ആശിഖീങ്ങൾക്കുള്ള അവസരമാണ് ബദർ യുദ്ധം. ലോകത്ത് ഇസ്ലാം ദീൻ ആർക്കെല്ലാം അവസരം കൊടുക്കുന്നുണ്ടോ ആശിഖുകൾക്ക് മാത്രമേ അവസരം കൊടുത്തിട്ടുള്ളൂ. എല്ലാ അവസരങ്ങളെയും പരിശോധിച്ചോളി, ആശിഖുകൾക്ക് മാത്രമാണ് അവസരം നൽകിയിട്ടുള്ളത്. ആശിഖീങ്ങളായ 313 ആൾക്കാർക്ക് അള്ളാഹു അവസരം കൊടുത്തതായിരുന്നു ബദർ യുദ്ധം. ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞത് ഇഷ്കാണ്. ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഇഷ്കാണ്. ഉമ്മത്തിൻ്റെ എല്ലാ സഹായവും ഇഷ്കാണല്ലോ. നമ്മളെന്തേലൊക്കെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ട് കുടുങ്ങിയാൽ, എന്തേലും വലിയൊരു കാര്യമായൊരു പ്രശ്നമൊക്കെ ഉണ്ടായി പറ്റടങ്ങാറായ എന്താ കാട്ടുക? മൈക്കോണാക്കിയാണ്ട് ബാങ്ക് കൊടുക്കും. ബാങ്ക് ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമല്ല ബാങ്ക്, ഇഷ്കിൻ്റെ പ്രഖ്യാപനമാണ്. നിസ്കാരം നൂഹ് നബിക്ക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നൂഹ് നബിക്ക് ബാങ്കില്ല. നിസ്കാരം മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട് അലൈഹിസ്സലാം, മൂസാ നബിക്ക് ബാങ്കില്ല. നിസ്കാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ബാങ്കുണ്ടായിട്ടില്ല. ബാങ്കി അമ്മക്ക് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രഖ്യാപനമാണെങ്കിൽ മൂസാ നബിക്കും ബാങ്ക് വേണ്ടേ? മൂസാ നബിക്കും ഉണ്ടല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതിൻ്റെ പ്രഖ്യാപനമാണ് ബാങ്ക്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിൻ്റെ അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് കൊടുക്കാൻ കഴിയാതായത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്തതുകൊണ്ടല്ല. ഏതാ മുത്തുനബിനെ പഠിച്ചാൽ അവസാനിക്കൂലെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇപ്പോൾ ഈ റബീഉൽ അവ്വൽ ആയതിന് ശേഷം കുറേ ലേഖനങ്ങൾക്ക് ഹെഡിങ് എഴുതി. വെറുതെ ലേഖനം എഴുതിയതല്ല, ഹെഡിങ്ങൾ മാത്രം ഇങ്ങനെ എഴുതി നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്ന കുറേ ഹെഡിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും രാജാവും, നബി തങ്ങളും പ്രജയും, നബി തങ്ങളും അടിമയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കച്ചവടക്കാരനും, നബി തങ്ങളും കർഷകനും, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഡ്രൈവറും. നബി തങ്ങൾ അന്നത്തെ ഡ്രൈവറാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്കാലത്തെ വാഹനമായ കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വാഹനമായ കാറും ബൈക്കും ഓടിക്കുന്നതെന്ന് മനസ്സിൽ കരുതാൻ നമുക്ക് കഴിഞ്ഞാൽ ഡ്രൈവിങ് സുന്നത്താവും. അതാണ് ഈ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞത്. ചെയ്യണ കാര്യം നീയത്തോണ്ട് ഇബാത്താക്കാം. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഡ്രൈവിങ് പഠിക്കും വേണം. കാരണം അന്നത്തെ വാഹനമായ കുതിരയെയും ഒട്ടകത്തെയും കഴുതയെയും കോവർ കഴുതയെയും ഓടിക്കാൻ നബി തങ്ങൾ കറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഡ്രൈവിങ് പഠിക്കണം. ഡ്രൈവിങ് പഠിക്കലും സുന്നത്താണ്, ഡ്രൈവ് ചെയ്യലും സുന്നത്താണ്. നീയത്ത് ക്ലിയറായാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ബന്ധപ്പെടുത്തലാണ് മൂമിനായ മനുഷ്യൻ്റെ ഇബാദത്ത് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.